നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ട്രെയിൻ, വിമാന സർവീസുകളെ ബാധിച്ചു. കണ്ണൂർ കോളയാട് വീടിന് മുകളിൽ മരം വീണ് ഒരു മരണം. മലയോര മേഖലകളിൽ പലയിടത്തും മണ്ണിടിച്ചിൽ. ജാഗ്രതാ നിർദ്ദേശം. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 3 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണത്തിൽ വിശദീകരണം തേടി KPCC. ഉചിതമായ നടപടിയുണ്ടാകുമെന്ന് സണ്ണി ജോസഫ്. LDFന് തുടർഭരണം ഉണ്ടാകുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്ന പ്രസ്താവനയിലൂടെ ലക്ഷ്യമിട്ടത് പ്രവർത്തകരെ ഉത്തേജിപ്പിക്കില്ലെന്ന പാലോട് രവിയുടെ മറുപടി. VD സതീഷിനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ ഈഴവ വിരോധിയാണെന്നും ഈഴവനായ K സുധാകരനെ ഒതുക്കിയെന്നും വെള്ളാപ്പള്ളി. ശ്രീനാരായണ ഗുരു പറയാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്താണോ അതാണോ വെള്ളാപ്പള്ളി പറയുന്നതെന്ന് VD സതീശന്റെ മറുപടി. ആര് വർഗീയത പറഞ്ഞാലും എതിർക്കുമെന്നും വിശദീകരണം. സതീശൻ ഗുരുധർമ്മം പഠിപ്പിക്കേണ്ടെന്ന മറുപടിയുമായി വീണ്ടും വെള്ളാപ്പള്ളി. ഗോവിന്ദച്ചാമി ഇനി വിയ്യൂർ ജയിലിൽ. അതീവ സുരക്ഷാ ജയിലിലെ ഏകാന്ത സെല്ലിൽ പാർപ്പിച്ചു. ജയിൽ ചാട്ടം അന്വേഷിക്കാൻ 2 അംഗ സമിതിയെ നിയോഗിച്ച് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം. കാർഗിൽ വിജയ ദിവസത്തിൽ പാകിസ്ഥാന് താക്കീതുമായി കരസേനാ മേധാവി. ഭീകരതയെ ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് നേരിടുമെന്ന ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ധീര സൈനികർക്ക് ആദരമർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 311 റൺസ് ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. 669 റൺസിന് ഇംഗ്ലണ്ട് പുറത്ത്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. സ്കോർ ബോർഡ് തുറക്കും മുൻപേ ജയ്സ്വാളും സായ് സുദർശനും പുറത്ത്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് UAEയിൽ നടക്കും. മത്സരം സെപ്റ്റംബർ 9 മുതൽ 28 വരെ. വാർത്തകൾ വിശദമായി നോക്കിയാൽ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കനത്ത മഴയിലും കാറ്റിലും ഒരു മരണം. കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് കോളയാട് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. പാലക്കാട് വീടിന് മുകളിൽ മരം വീണ് 2 പേർക്ക് പരിക്കേറ്റു. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചു. കോളയാട് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. വീടിനുള്ളിൽ ഉറങ്ങുമ്പോഴായിരുന്നു അപകടം. ചന്ദ്രന്റെ വീടിന്റെ തൊഴുത്തിലേക്കും മരം വീണ് പശു ചത്തു. കണ്ണൂർ കുറ്റ്യാട്ടൂരിലും വീടിന് മുകളിൽ മരം വീണു. വീട്ടുടമയുടെ മകൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പാലക്കോട് അഴിമുഖത്ത് തോണി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാളെ കാണാതായി. ഇയാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പാലക്കാട് വീടിന് മുകളിൽ മരം വീണ് 2 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് കല്ലാച്ചിയിൽ മിന്നൽ ചുഴലിയുണ്ടായി. തൃശൂർ മലക്കപ്പാറ റൂട്ടിൽ മരം കടപുഴകി വീണു. മാരാരിക്കുളത്ത് റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ആലപ്പുഴ എറണാകുളം റൂട്ടിൽ ജനശതാബ്ദി ഉൾപ്പെടെ പിടിച്ചിട്ടു. പിന്നീട് മരം മുറിച്ചുമാറ്റി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ കൊണ്ടാഴിയിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കൊണ്ടാഴി മായന്നൂർ കുന്നത്ത് വീട്ടിൽ ഉഷയുടെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കിണറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഉഷയുടെ വീടും അപകട ഭീഷണിയിലാണ്. തൃശൂർ എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് തകർന്നു വീണു. കണ്ണമ്പാറ മേലേതിൽ പരമേശ്വരന്റെ ഓടുമേഞ്ഞ വീടാണ് ഇന്ന് പുലർച്ചെ ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണത്. കൊല്ലം ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ തെന്മല ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. ഡാമിന്റെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. കോഴിക്കോട് കട്ടിപ്പാറയിൽ വനത്തിനുള്ളിൽ മണ്ണിടിച്ചിലുണ്ടായി. മലവെള്ളപ്പാച്ചിലിൽ പാറക്കല്ലുകളടക്കം ഒഴുകിയെത്തി. അപകട ഭീഷണിയുള്ളതിനാൽ താഴ്വാരത്തുള്ള 16 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി തുടങ്ങി. കട്ടിപ്പാറ പഞ്ചായത്തും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. താഴ്വാരത്തെ 17 വീടുകൾക്കാണ് ഭീഷണിയുള്ളത്. ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ കോഴിക്കോട്, വടകര, നാദാപുരം, കുറ്റ്യാടി മേഖലയിൽ വ്യാപകമായി കൃഷി നശിച്ചു. മരങ്ങൾ വീണ് വൈദ്യുതിയും നിലച്ചു. കനത്ത കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വൈക്കം റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾ തകർന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കാറ്റിലാണ് തണൽമരം വീണത്. റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളാണ് തകർന്നത്. കോട്ടയം ജില്ലയിൽ കുമരകം, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, മീനച്ചൽ താലൂക്കുകളിലെ വിവിധ പ്രദേശങ്ങളിലും കാറ്റ് വ്യാപകമായി നാശം വിതച്ചു. നിരവധി വീടുകൾക്കും കേടുപാടുകളുണ്ട്. വൈദ്യുതി വിതരണവും പലയിടങ്ങളിൽ തടസ്സപ്പെട്ടു. പത്തനംതിട്ട പന്തളം പൂഴിക്കാട്ട് സർക്കാർ UP സ്കൂൾ മുറ്റത്ത് ചുവട് ദ്രവിച്ചു നിന്ന മരം കടപുഴകി വീണു. മതിലും വൈദ്യുതി ലൈനും തകർത്ത് റോഡിലേക്കാണ് മരം വീണത്. മരം വെട്ടിമാറ്റാൻ 2 വർഷമായി സ്കൂൾ അധികൃതർ കളക്ടർക്കടക്കം പരാതി നൽകിയിരുന്നതാണ്. സമീപത്ത് വേറെയും മരങ്ങൾ ചുവട് ദ്രവിച്ചു നിൽപ്പുണ്ട്. വനം വകുപ്പിന്റെ നടപടി വൈകുന്നുവെന്നാണ് നഗരസഭയുടെ മറുപടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
തൃശൂർ ഇരിങ്ങാലക്കുട പടിയൂരിൽ മിന്നൽ ചുഴലി നിരവധി മരങ്ങൾ കടപുഴകി വീണു. വീടിന്റെ മുകൾ വശം പറന്നുപോയി. ഇന്ന് രാവിലെയാണ് കനത്ത കാറ്റ് പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടമുണ്ടാക്കിയത്. പടിയൂർ അന്നപൂർണേശ്വരി റോഡിന് സമീപം വൻമരം കടപുഴകി വീടിന് മുകളിൽ വീണു. ചാരുന്തറ ആനന്ദിന്റെ വീടിന് മുകളിലാണ് സമീപത്ത് നിൽക്കുന്ന വലിയ പുളിമരം കടപുഴകി വീണത്. എളഞ്ഞിക്കോട്ട് മോഹനന്റെ വീട്ടിലെ 10ഓളം ജാതി മരങ്ങളും കനത്ത കാറ്റിൽ ഒടിഞ്ഞു വീണു. വൈദ്യുതി ബന്ധങ്ങളും പ്രദേശത്ത് തകരാറിലായിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM വിജയിക്കുമെന്നും കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും പാലോട് രവി പറഞ്ഞു. പ്രാദേശിക നേതാവുമായുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. അതേസമയം പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാനാണ് അത്തരത്തിൽ സംസാരിച്ചതെന്ന് പാലോട് രവി മാധ്യമങ്ങളോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകും. മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്കും CPIM-ലേക്കും പോകും. കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവന് 4 സ്ഥാനമുണ്ട്. ഒന്ന് മണ്ഡലം തച്ചുകൊടുത്താലേ നമ്മൾ 3ാം സ്ഥാനത്ത് പോവുള്ളെന്ന്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ 3ാമത് പോകും, നിയമസഭയിൽ ഉച്ചുകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചുകുത്തി. തീർച്ചയായിട്ടും അത് സംഭവിക്കും. മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJP-യിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് നശിക്കുന്നത്. എന്നാൽ പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്ന് പാലോട് രവി പറഞ്ഞു. ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ 4 നിയോജക മണ്ഡലങ്ങളും നമുക്ക് മുമ്പിലെത്താൻ കഴിഞ്ഞില്ല, ജയിച്ചു. ആറ്റിങ്ങിലും അതുപോലെയാണ്. അപ്പോൾ ഇത് തീർത്തും വളരെ ശക്തമായ സംഘടനാ പ്രവർത്തനം പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കമ്മിറ്റികളിലും എവിടെയെങ്കിലും ഭിന്നതയുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചാൽ അവിടെ തീർക്കണം. അത് ഒരു പ്രവർത്തകൻ വിളിച്ചു. ആ പ്രവർത്തകനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വാർഡ് ജയിക്കണ്ടേ? അവിടെ ഇപ്പോൾ CPM ആണ് ഭരിക്കുന്നത്, CPM ഭരിച്ചാൽ മതിയോ? എങ്കിൽ നിങ്ങൾ ആ ഭിന്നത തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങളെല്ലാവരും കൂടെ കൂട്ടായിട്ട് ഒരുമിച്ചിരിക്കണം. അസംബ്ലി അവിടെ CPM-നാണ് ഇപ്പോൾ MLA. അസംബ്ലി നമുക്ക് തിരിച്ചു വരണ്ടേ? നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ് 10 വർഷം കഴിഞ്ഞ് ഗവൺമെൻറ് തിരിച്ചു വരണ്ടേ? ഈ ഒരു മെസ്സേജാണ് ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് താൻ കേട്ടിട്ടില്ലെന്നും കേൾക്കാത്ത വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഞാൻ കേൾക്കാത്ത കാര്യത്തിൽ ഞാനെങ്ങനെ മറുപടി പറയണം? ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ കേട്ടില്ല. ഞാനിപ്പോഴും ആദ്യമായിട്ട് അറിയണ സംഭവം. അല്ല, എനിക്ക് അറിയില്ല. ഞാൻ അന്വേഷിക്കട്ടെ എന്താണ്, അല്ലാതെ ഞാൻ അങ്ങനെ പറയണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് പാർട്ടി സജീവമായിരിക്കെ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ ഒരു വിഷയത്തിൽ പാലോട് രവി അമൃത വാർത്തകളോടും പ്രതികരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ താഴെ തട്ടിലെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രാദേശിക നേതാക്കൾക്ക് ഈ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയതെന്ന് പാലോട് രവി വിശദീകരിച്ചു. എന്നോട് വിളിക്കുന്ന ഒരു പ്രവർത്തകരാണ്. അവിടെയുള്ള ഭിന്നത പറയാനാണ്. അയാൾ സംസ്ഥാനത്തിൻ്റെ ജില്ലയുടെ ഒന്നുമില്ല, സംസ്ഥാനത്തൊന്നും ഒരു ഭിന്നതയും ഇപ്പോൾ ഇല്ല. കേരളത്തിൽ സംസ്ഥാനത്ത് ഭിന്നതയില്ലാത്തൊരു പാർട്ടി ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ്. ഒരു ഭിന്നതയും ഇല്ല. എനിക്ക് DC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് അറിയാം. പിന്നെന്താ, അവിടെയുള്ള ഭിന്നത പറയുമ്പോൾ സ്വാഭാവികമായും അവനോട് പറയേണ്ടത്, നിൻ്റെ പാർട്ടി തിരിച്ചു വരണമെങ്കിൽ, നിൻ്റെ പാർട്ടി ആ പഞ്ചായത്തിൽ ജയിക്കണമെങ്കിൽ, നമുക്കവിടെ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി ഉയർത്തി അഭിമാനത്തോടെ നിൽക്കണമെങ്കിൽ നിശ്ചയമായും ഇവിടെ അല്ലെങ്കിൽ ഇത് സംഭവിക്കും, നീ അറിയണം എന്നുള്ളത് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് DCC പ്രസിഡൻറ്റിൻ്റെ കർത്തവ്യമാണ്. പ്രവർത്തകനോടാണ് ഞാൻ സംസാരിച്ചത്. ഇതൊരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയോ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയോ ഞാൻ ഏതെങ്കിലും ഒരു പബ്ലിക് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിനോട് സംസാരിക്കുകയോ, ഞാൻ എൻ്റെ പ്രവർത്തകനോട് സംസാരിച്ചതാണ്. നീ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗതി ഇതാകും. കോൺഗ്രസ് പാർട്ടിയുടെ ഗതി ഇതാകും. ഒരു തവണ കൂടെ നമുക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ല ഉണർവ് ഈ ജില്ലയിലുണ്ടായിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശ്രീനാരായണ ഗുരു പറയാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്താണോ അതാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ആര് കേരളത്തിൽ വർഗീയത പറഞ്ഞാലും അതിനെ എതിർക്കുമെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
ഞാൻ ശ്രീനാരായണീയനും കൂടിയാണ്. ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ ശ്രീനാരായണ പ്രചാരകൻ കൂടിയാണ് ഞാൻ. ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നെന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയുള്ളൂ. ഗുരുദേവൻ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു, അതാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേസമയം VD സതീഷിനെതിരെ പറഞ്ഞതിൽ മാറ്റമില്ലെന്ന SDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഘടകകക്ഷികളെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് സതീഷിനില്ല. സതീശൻ ഗുരുധർമ്മം പഠിപ്പിക്കേണ്ട എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 3ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരും. ഇടത് സർക്കാരിന്റെ കാലത്തും സാമൂഹ്യനീതി നടപ്പായില്ല. മതാധിപത്യം കടന്നു വന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ തൊടുപുഴയിൽ പറഞ്ഞു. ഇതിനുള്ള ആളുകൾ ശക്തമായിട്ട് ഉറച്ചിരിക്കുകയാണ്. കൂടിപ്പോയില്ല, പറഞ്ഞു ഒട്ടും കൂടിയില്ല. ഇനി ഇച്ചിരി കടുപ്പിച്ചു പോയി. നിങ്ങളെന്തല്ലേ എന്നെ പറ്റി പറഞ്ഞിട്ട്? ഇത് രാഷ്ട്രീയക്കാരനല്ലേ? എനിക്ക് പോയ തൊപ്പിപ്പാളാ. ഇതൊരു പ്രതിപക്ഷത്തിൽ നിന്ന് കാണിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. സ്വന്തം കക്ഷിയിൽപ്പെട്ട KPCC പ്രസിഡന്റ് എന്ത് പറഞ്ഞു അതിനെതിരെ പിറ്റേ ദിവസം ആൾ പറയുന്നത്. ഇതാണോ മര്യാദ? ഇതാണ് സംസ്കാരം? ഇതാണോ രാഷ്ട്രീയം? അതുകൊണ്ട് മറുപടിയായിട്ട് ജയിക്കും എന്നുള്ളതുകൊണ്ട് ഇനി അഹങ്കാരം എന്ന് പറഞ്ഞാൽ ആപത്ത് തുടങ്ങണം. അഹങ്കാരം അയാളുടെ അയാൾക്ക് ഉദ്ദേശം ഇതൊന്നുമല്ല. അവിടെ ജയിക്കുകയല്ല. അവിടെ മുഖ്യമന്ത്രി ആയാലല്ല നടക്കുന്നത്. മുഖ്യമന്ത്രി ആയസുള്ള കേരളത്തിലാകുന്നത് ഒന്നല്ല. അതിനുള്ള മെയ്വഴക്കോ ഘടകകക്ഷികളെ കൊണ്ടുനടക്കാനുള്ള ഒരു കഴിവ് അയാൾക്കില്ല. കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി പിടിയിലായ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തിച്ചു. ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഗോവിന്ദചാമിയെ വിയ്യൂരിൽ എത്തിച്ചത്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലെ ഏകാന്ത സെല്ലിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്നത്. ഗോവിന്ദചാമിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ പാർപ്പിക്കുക എന്നത് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഗോവിന്ദചാമിയെ വിയ്യൂരിൽ എത്തിച്ചത്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ് വിയ്യൂർ അതീവ സുരക്ഷാ ജയിൽ. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ നിലവിൽ 125 കൊടും കുറ്റവാളികളാണുള്ളത്. അവിടേക്കാണ് ഗോവിന്ദചാമി കൂടി എത്തുന്നത്. സെൻട്രൽ ജയിലുകളെ അപേക്ഷിച്ച് വലിയ സുരക്ഷാ സംവിധാനമാണ് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലുള്ളത്. 4.2 മീറ്റർ ഉയരത്തിലുള്ള സെല്ലുകളിൽ CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. സെല്ലുകളിൽ ഉള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല. ഭക്ഷണം കഴിക്കാൻ പോലും കുറ്റവാളികളെ പുറത്തേക്കിറക്കാതെ സെല്ലുകളിലേക്ക് എത്തിച്ചു നൽകും. ജയിലിന് പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിലുള്ള മതിലും അതിനു മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുതി വേലിയുമുണ്ട്. കൂടാതെ 4 വാച്ച് ടവറുകളും 24 മണിക്കൂറും ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കമുള്ള ജയിൽ കൂടിയാണ് വിയ്യൂർ അതീവ സുരക്ഷാ ജയിൽ. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിക്ക് ജയിൽ ചാടുക എന്നത് അസാധ്യമാണ്. അമൃത ന്യൂസ്, തൃശൂർ. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം പ്രത്യേക സംഘം അന്വേഷിക്കും. അന്വേഷണത്തിന് 2 അംഗ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. നിലവിലെ അന്വേഷണത്തിന് പുറമെയാണ് പ്രത്യേക അന്വേഷണം. സംഭവം അത്യന്തം ഗൗരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. നിലവിൽ വകുപ്പുതല അന്വേഷണവും പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. അതിനു പുറമെയാണ് സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സംഭവം അത്യന്തം ഗൗരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. അടുത്ത 3 മാസത്തിനകം പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പ്രവർത്തനക്ഷമമാക്കാനും സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജന്റ് CCTV സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി. കൂടാതെ ഒരു സ്ഥലത്ത് 5 വർഷം പൂർത്തിയാക്കിയ ജയിൽ ജീവനക്കാരെ മാറ്റും. തടവുകാരുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പുതിയ സെൻട്രൽ ജയിൽ ആരംഭിക്കാനും തീരുമാനമായി. ഇതിനായി കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്തും. അതേസമയം നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾ അതിവേഗം പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ ട്രാക്ടർ യാത്രാ വിവാദത്തിൽ ADGP MR അജിത് കുമാർ നിയമം ലംഘിച്ചെന്ന് DGP ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ADGPയുടെ വിശദീകരണം തള്ളിയാണ് റിപ്പോർട്ട് നൽകിയത്. അതേസമയം ശബരിമല ദർശനത്തിനായി MR അജിത് കുമാറിന് കൂടുതൽ സമയം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്.
ശബരിമലയിലെ ട്രാക്ടർ യാത്ര നിയമം ലംഘിച്ചാണെന്ന് DGP ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. അജിത് കുമാർ ട്രാക്ടർ യാത്ര നടത്തിയത് അനുവാദമില്ലാതെയാണെന്നും ADGPയുടെ റിപ്പോർട്ടിൽ തൃപ്തിയില്ലെന്നും DGP റിപ്പോർട്ടിൽ പറയുന്നു. കാലിന് വേദനയായതിനാലാണ് ട്രാക്ടറിൽ പോയതെന്നായിരുന്നു MR അജിത് കുമാറിന്റെ വിശദീകരണം. എന്നാൽ യാത്ര ചെയ്തതിന് ട്രാക്ടർ ഓടിച്ച പോലീസ് ഡ്രൈവറുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. ഡ്രൈവറുടെ പേരറിയില്ലെന്നാണ് FIRൽ കാണിച്ചിരിക്കുന്നത്. സംഭവം നടന്ന ശേഷം ഹൈക്കോടതി ഇടപെട്ടതോടെ ധൃതിപ്പെട്ട് പമ്പ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം ശബരിമല ദർശനത്തിന് MR അജിത് കുമാറിന് കൂടുതൽ സമയം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടിയും ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറാണ് റിപ്പോർട്ട് നൽകിയത്. ഹരിവരാസനം പാടുന്ന സമയത്ത് 5 മിനിറ്റിൽ കൂടുതൽ സമയം ADGP ശ്രീകോവിലിന് മുന്നിൽ ദർശനത്തിന് നിന്നു. സാധാരണ ഭക്തരെ സെക്കൻഡുകൾ മാത്രം ദർശനം നടത്താനേ അനുവദിക്കാറുള്ളൂ. എന്നാൽ അജിത് കുമാറിന് VIP പരിഗണന ലഭിച്ചു എന്ന ആരോപണത്തിൽ വസ്തുതയുണ്ടെന്ന അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലത്ത് സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ അസാധാരണ നടപടി. തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തു. സ്കൂൾ മാനേജറെ അയോഗ്യനാക്കി താൽക്കാലിക ചുമതല DEOയ്ക്ക് നൽകി. വൈദ്യുത ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതടക്കം സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സ്കൂളിൽ ഗുരുതരമായ കൃത്യവിലോപമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഭരണം സർക്കാർ ഏറ്റെടുത്തത്. നേരത്തെ സംഭവത്തിൽ മാനേജറുടെ വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പ് തേടിയിരുന്നു. അപകടകരമായ കമ്പി വലിച്ചത് പഴയ മാനേജറുടെ കാലത്താണ് എന്നായിരുന്നു സ്കൂൾ മാനേജറുടെ വിശദീകരണം. എന്നാൽ ഇത് തള്ളിയാണ് സർക്കാർ നടപടി. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സ്കൂളിന്റെ താൽക്കാലിക ചുമതല നൽകി. സ്കൂൾ മുന്നൊരുക്കം നടത്തുന്നതിൽ മാനേജ്മെന്റിൽ നിന്നും വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. തേവലക്കര സ്കൂളിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിൻ്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും. മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രം നടപടിയെടുത്തത് വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 17-നാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുൻ സ്കൂളിലെ വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തേവലക്കര സ്കൂൾ മാനേജർ R. തുളസീധരൻ പിള്ള അമൃത വാർത്തകളോട് പ്രതികരിച്ചു. കുറ്റാരോപിതരാക്കി സ്കൂൾ മാനേജ്മെന്റിനെ മാത്രം ബലിയേടാക്കാനുള്ള നിലപാടിനെ എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്തിന്റെയും ഒപ്പം KECBയുടെയും വീഴ്ചകളിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ നടപടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം എന്നോട് വിശദീകരണം ചോദിച്ചിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ച് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വിശദീകരണം ഗവൺമെൻറ്റിന് തൃപ്തികരമല്ല. അതിൻ്റെ ഉചിതമായ നടപടി എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു വിഷയവുമില്ല. തുടർ നടപടികൾ ഞങ്ങൾ കൂടിയാലോചിച്ച് ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിച്ച് ചെയ്യും. നമ്മൾ കൊടുത്ത മറുപടി അത് എന്തായിരുന്നു പറയാമോ? അല്ല, അത് അങ്ങനെ വെളിപ്പെടുത്തണ്ടല്ലോ. ഇത് സംഘം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ. അല്ല, ഇതിനകത്തിപ്പം വരുന്ന ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നൊരു തരത്തിലൊരു നടപടിയാണ് ഇതിനകത്ത് വന്നത്. ഒരു കുട്ടി മരിച്ച സംഭവമാണ്, നിസ്സാരമൊന്നുമല്ല. ചെറിയ ശ്രദ്ധക്കുറവും വലിയ ഗുരുതരമായ ഉത്തരവാദിത്തമാണ്, വീഴ്ചയാണ്. അങ്ങനെ ഞാൻ ിലെ ഭിന്നത തീർക്കാനുള്ള സർക്കാരിന്റെ സമവായ നീക്കം പാളി. താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദുവും നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടും സർവകലാശാല താൽക്കാലിക VC നിയമനത്തിൽ സമവായമായില്ല. കേരള സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല VCമാരെ പുറത്താക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ച ഗവർണറുടെ നടപടി നിയമപരമല്ല എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് അപ്പീലിലെ ആവശ്യം. താൽക്കാലിക VC നിയമനങ്ങൾക്ക് UGC ചട്ടം പാലിക്കണമെന്നാണ് വാദം. താൽക്കാലിക VCമാരുടെ കാലാവധി 6 മാസത്തിൽ കൂടുതലാകരുതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങളെയും സ്ഥിര VC നിയമനത്തിനുണ്ടാകുന്ന കാലതാമസം സർവകലാശാല നടപടികളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പർദ്ദ ധരിച്ചെത്തി നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ്. സംഘടനയുടെ ഓഫീസിലെത്താൻ ഏറ്റവും യോജിച്ച വസ്ത്രം പർദ്ദയാണെന്നും നിലവിലെ ഭാരവാഹികൾക്കെതിരായ പ്രതിഷേധ സൂചകമായാണ് പർദ്ദ തെരഞ്ഞെടുത്തതെന്നും സാന്ദ്ര പറഞ്ഞു. അടുത്ത മാസം 14-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. പർദ്ദ ധരിച്ചാണ് സാന്ദ്ര പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലെത്തി പത്രിക സമർപ്പിച്ചത്. തന്റെ വസ്ത്രധാരണം അസോസിയേഷന്റെ നിലവിലെ നേതൃത്വത്തിനെതിരായ പ്രതിഷേധമാണെന്ന് സാന്ദ്ര പറഞ്ഞു. എന്റെ പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. സംഘടനാ യോഗത്തിൽ വെച്ച് തന്നെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംഘടനാ ഭാരവാഹികൾക്കെതിരെ സാന്ദ്ര നേരത്തെ കേസ് കൊടുത്തത്. ആ കേസ് ഇപ്പോഴും തുടരുകയാണ്. സംഘടനയിൽ നിന്നും സാന്ദ്രയെ പുറത്താക്കിയതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ നടപടി കോടതി റദ്ദാക്കുകയായിരുന്നു. അസോസിയേഷനിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പ് പോലെയാണ് സംഘടനയിലെ ഭാരവാഹികളെന്നും സാന്ദ്ര കുറ്റപ്പെടുത്തി. 2 സിനിമകൾ മാത്രം നിർമ്മിച്ച പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളാൻ ശ്രമമുണ്ടെന്നും സാന്ദ്ര തോമസ് ആരോപിച്ചു. ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് ഏത് റെഗുലർ മെമ്പറിനും 3 സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മത്സരത്തിൽ ഇവിടുത്തെ കീ പോസ്റ്റിൽ മത്സരിക്കാമെന്ന് കൃത്യമായി ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ നാമനിർദ്ദേശ പത്രികയുടെ കൂടെ തന്നെ 3 സെൻസസ് സർട്ടിഫിക്കറ്റും വെച്ചു. സക്കറിയയുടെ ഗർഭിണികൾ, മങ്കി പെൻ, അടികപ്പിയാരെ കൂട്ടമണി. അടുത്ത മാസം 2-നാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി. 14-നാണ് തെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, കൊച്ചി. ധർമ്മസ്ഥലിൽ കൂട്ടശവസംസ്കാരം നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കുന്നു. മംഗലാപുരം കദ്രി ഗസ്റ്റ് ഹൗസിലാണ് മൊഴിയെടുക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുക്കുന്നത്. 100ഓളം സ്ത്രീകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയെന്നാണ് വെളിപ്പെടുത്തൽ. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് ആദരമർപ്പിച്ച് രാജ്യം. ഇന്ത്യ ഗേറ്റിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സംയുക്ത സൈനിക തലവനും സേനാ തലവന്മാരും പുഷ്പചക്രം അർപ്പിച്ചു. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യയും സഞ്ജയ് സേത്തും ആദരമർപ്പിച്ചു. രാജ്യം വിജയ് ദിവസ് സ്മരണയിലാണ്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 26-ാം വാർഷിക ദിനാചരണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാനും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്, നേവി ചീഫ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി എന്നിവരും യുദ്ധസ്മാരകത്തിൽ ആദരവർപ്പിച്ചു. ദ്രാസിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയും കേന്ദ്രമന്ത്രി സഞ്ജയ് സേത്തും ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിച്ചു. രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനായി യുദ്ധകളത്തിൽ നമ്മുടെ സൈന്യം ധീരമായി പോരാടിയെന്നും പാകിസ്ഥാന്റെ ദുഷ്ടലക്ഷ്യങ്ങൾക്കെതിരെ രക്തം ചീന്തിയ അനശ്വര രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നുവെന്നും കരസേനാ മേധാവി പറഞ്ഞു. यह लगातार चौथी बार है जब मैं कारगिल युद्ध स्मारक और कारगिल विजय दिवस के इस पावन आयोजन में सम्मिलित हो रहा हूं. 2 बार नदन कमांड आर्मी कमांडर की हैसियत से और 2 बार थल सेना अध्यक्ष के रूप में. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നിർണായക നേട്ടങ്ങൾ സമ്മാനിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ പ്രദർശനവും ദ്രാസിൽ നടന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ വിജയ് ദിവസ് വാർഷികം പ്രൗഢഗംഭീരമായി തന്നെയാണ് രാജ്യം ആചരിച്ചത്. നമ്മുടെ മാതൃരാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നുവെന്നും രാഷ്ട്രത്തിനായുള്ള അവരുടെ സമർപ്പണവും പരമമായ ത്യാഗവും ഓരോ പൗരനെയും പ്രചോദിപ്പിക്കുമെന്നും രാഷ്ട്രപതി എക്സിൽ കുറിച്ചു. രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ സമാനതകളില്ലാത്ത ധൈര്യത്തെയും ശൗര്യത്തെയും ഈ ദിനം രാജ്യത്തിന് ഓർമ്മപ്പെടുത്തലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വീരമൃത്യു വരിച്ച വീരന്മാരുടെ ധൈര്യം ഭാവി തലമുറകൾക്ക് പ്രചോദനമാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
സൈനികരോടൊപ്പമാണെന്ന കോൺഗ്രസിന്റെ വാദം ഇരട്ടത്താപ്പിന്റെ ഭാഗമെന്ന BJP സംസ്ഥാന വക്താവ് റിട്ടയർഡ് കേണൽ S. ഡിന്നി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ വേദനിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം ആശ്രാമത്തെ യുദ്ധസ്മാരകത്തിൽ BJP സംഘടിപ്പിച്ച കാർഗിൽ വിജയ ദിനാചരണത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട്, രാഷ്ട്ര താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരോപണം പറയുന്നത്, അത് ഒരു സൈനികൻ എന്ന നിലയിലും ഒരു മുൻ സൈനികൻ എന്ന നിലയിൽ ഞാൻ പ്രത്യേകിച്ച് നമുക്ക് വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളെപ്പോഴും സൈനികരെ കൂടാണെന്ന് പറയും. എന്നിട്ട് പറയും നിങ്ങളുടെ 5 റഫാൽ യുദ്ധവിമാനം തകർന്ന് വീണില്ലേ എന്നുള്ള ചോദ്യം വരും. പാകിസ്ഥാൻ പോലും ചോദിക്കാത്ത ചോദ്യങ്ങളാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത്. ഞങ്ങൾ സൈന്യത്തിന് കൂടെ ഉണ്ട് എന്നിട്ട് പറയും പെഹൽഗാമിൽ എങ്ങനെ സംഭവിച്ചു. ഇവിടെ കേരള കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ അറിയാം നമ്മൾ എങ്ങനെയാണ് കാണിച്ചത്. അത് ആസാദ് കശ്മീരിനെ പോലും എന്നുള്ള രീതിയിലാണ് അവർ കാണിക്കുന്നത്. നമ്മൾ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്ന പോലത്തെ അവർ ആസാദ് കശ്മീർ എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് അവരുടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് തമിഴ്നാട്ടിലെത്തും. മാലദ്വീപിൽ നിന്ന് മോദി വൈകുന്നേരം 7:50 തൂത്തുക്കുടി വിമാനത്താവളത്തിലെത്തും. 452 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച തൂത്തുക്കുടി വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി 8 മണിക്കാണ് ഉദ്ഘാടനം. പിന്നീട് റെയിൽവേ പൂർത്തിയാക്കിയ 1030 കോടി രൂപയുടെ പദ്ധതികളും ഹൈവേ വകുപ്പ് പൂർത്തിയാക്കിയ 2571 കോടി രൂപയുടെ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. കൂടംകുളം ആണവ നിലയത്തിന്റെ വൈദ്യുതി പ്രസരണ സംവിധാന പ്രവൃത്തികൾക്ക് തറക്കല്ലിടൽ കർമ്മവും നിർവഹിക്കും. 548 കോടി രൂപയുടെ ചെലവാണ് ഇതിന് കണക്കാക്കുന്നത്. നാളെ അരിയല്ലൂർ ജില്ലയിലെ ചോളപുരത്ത് നടക്കുന്ന ആടി തിരുവാതിര ഉത്സവത്തിൽ മോദി പങ്കെടുക്കുകയും രാജേന്ദ്ര ചോളന്റെ സ്മാരക നാണയം പുറത്തിറക്കുകയും ചെയ്യും. കോൺഗ്രസ് പരിപാടികളിൽ സ്വീകാര്യത കുറയുമ്പോഴും ക്രൈസ്തവ സഭകളുടെ പരിപാടികളിൽ സജീവ സാന്നിധ്യമായി ശശി തരൂർ. വെള്ളിയാഴ്ച കോട്ടയത്ത് CSI ആസ്ഥാനത്തും CMS കോളേജിലുമായി നടന്ന 2 പരിപാടികളിൽ പങ്കെടുത്ത തരൂർ ഇന്ന് പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപനത്തിലും പങ്കെടുത്തു. ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ശശി തരൂർ എന്ന് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ഒരു കോസ്മോപൊളിറ്റനാണ് തരൂർ എന്നായിരുന്നു മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ വിശേഷണം. ശശി തരൂരിന് കോൺഗ്രസ് നേതൃത്വം അപ്രഖ്യാപിത ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ശക്തികേന്ദ്രമായ കോട്ടയം ജില്ലയിൽ തരൂർ സജീവമായത്. കോട്ടയത്ത് വിവിധ സഭാ നേതൃത്വങ്ങളുടെ പരിപാടികളിൽ തരൂർ സജീവ സാന്നിധ്യമാണ്. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ തരൂരിന് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ലോകം മുഴുവൻ പ്രഭാഷണങ്ങളിൽ കൂടിയും ചിന്തകളിൽ കൂടിയും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് തരൂർ എന്ന് പറഞ്ഞ പാലാ ബിഷപ്പ് മാർ കല്ലറങ്ങാട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു കോസ്മോപൊളിറ്റൻ എന്ന് തരൂരിനെ വിശേഷിപ്പിക്കാമെന്നും കൂട്ടിച്ചേർത്തു. ശശി തരൂർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം തൻ്റെ ചിന്തകളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു കോസ്മോപൊളിറ്റൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എല്ലാവരും ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് തരൂരിനെ പ്രതിഷ്ഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും പറഞ്ഞു. എല്ലാവർക്കും പ്രിയങ്കരനായ, എല്ലാവരും ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രീ ശശി തരൂർ. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ കൂട്ടായി എതിർക്കപ്പെടണമെന്ന് തരൂർ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് കേട്ട ഈ അൺഫോർച്ചുനേറ്റ് എപ്പിസോഡ്, ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതിനെതിരെ അഫ്കോഴ്സ് നമ്മൾ ശക്തമായി നിൽക്കണം. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ സ്വീകാര്യതയെ ഒരിക്കലും മറക്കാൻ സമ്മതിക്കരുത് രാഷ്ട്രീയ മേഖല. പരിപാടിയിൽ പങ്കെടുത്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും തരൂരുമായി വേദിയിൽ ദീർഘമായ സ്വകാര്യ സംഭാഷണവും നടന്നു. ഇന്നലെ കോട്ടയത്ത് CSI സഭയുടെ പരിപാടിയിലും മലങ്കര സഭയുടെ കീഴിലുള്ള വടവത്തൂർ ഗിരിദീപം സ്കൂളിലെ പരിപാടിയിലും തരൂർ പങ്കെടുത്തിരുന്നു. ഏതായാലും തരൂരിന് ക്രൈസ്തവ സഭകൾ വേദികൾ നൽകുന്നതിനെ ഗൗരവമായി തന്നെയാണ് കോൺഗ്രസ് കാണുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. വടക്കാഞ്ചേരി അകമല കുഴിയോട് പ്രദേശത്ത് വാഴക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയുടെ ശല്യം രൂക്ഷം. തുടർച്ചയായ 11ാം ദിവസവും ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഗോവിന്ദൻകുട്ടി എന്ന പ്രദേശവാസിയുടെ കൃഷിയാണ് നശിപ്പിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കാട്ടാന നിരന്തരം ജനവാസ മേഖലയിലെത്താൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിന്റെ ആഭിമുഖ്യത്തിലുള്ള ജ്ഞാനസഭയ്ക്ക് മുന്നോടിയായുള്ള ദേശീയ വിദ്യാഭ്യാസ ചിന്തൻ ബൈഠക് പിറവത്ത് തുടരുന്നു.
പേപ്പത്തിയിലെ ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആസ്ഥാനമായ ആദിശങ്കര നിലയത്തിലാണ് 2 ദിവസം യോഗം നടക്കുന്നത്. RSS സർസംഘചാലക് മോഹൻ ഭാഗവതിന്റെ മാർഗനിർദ്ദേശത്തിൽ നടക്കുന്ന യോഗത്തിൽ സംഘടനയുടെ ദേശീയ സംയോജകരും വിദ്യാഭ്യാസ വിദഗ്ധരും ഉൾപ്പെടെ 100 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ജ്ഞാനസഭയുടെ 2 ദിവസത്തെ വിദ്യാഭ്യാസ സമ്മേളനത്തിന് നാളെ കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ തുടക്കമാകും. ന്യൂസിലാൻഡിൽ നൃത്തപ്രേമികൾക്ക് ആവേശമായി ഡാൻസ് സീസൺ 1 നടന്നു. വോക്ക്ലാൻഡിലെ ബ്ലോക്ക് ഹൗസ് ബൈ കമ്മ്യൂണിറ്റി സെന്ററിലാണ് പരിപാടി അരങ്ങേറിയത്. 25-ലധികം ടീമുകൾ സീസൺ 1-ൽ പങ്കാളികളായി. നർത്തകർക്കും നൃത്ത ആസ്വാദകർക്കും പരിപാടി നവ്യാനുഭവമായി മാറി. എയിം ക്ലബ്ബും റേഡിയോ ലെമൺ ലൈവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡാൻസ് സീസൺ 2 അടുത്ത വർഷം ജൂലൈ 18-ന് നടക്കും. ഇനി കായിക വാർത്തകൾ നോക്കിയാൽ മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 311 റൺസ് ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. 669 റൺസിന് ഇംഗ്ലണ്ട് പുറത്തായി. അതേസമയം രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. സ്കോർ ബോർഡ് തുറക്കും മുൻപേ ജയ്സ്വാളും സായി സുദർശനും പുറത്തായി. 150 റൺസ് എടുത്ത ജോ റൂട്ടിന്റെ മികച്ച പ്രകടനമാണ് ഇംഗ്ലണ്ടിന് ഒന്നാം ഇന്നിംഗ്സിൽ കരുത്തായത്. ഇന്ത്യക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ 4 വിക്കറ്റ് വീഴ്ത്തി. 2025-ലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് UAE വേദിയാകും. സെപ്റ്റംബർ 9 മുതൽ 28 വരെയാണ് മത്സരങ്ങൾ നടക്കുക. ACC ചെയർമാൻ മുഹസിൻ നഖ്വിയാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇക്കാര്യം അറിയിച്ചത്. 2026-ൽ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ICC മെൻസ് T20 ലോകകപ്പിനുള്ള ഒരുക്കം എന്ന നിലയിൽ T20 ഫോർമാറ്റിലായിരിക്കും മത്സരങ്ങൾ നടക്കുക. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, UAE, ഹോങ്കോങ്, ഒമാൻ എന്നിങ്ങനെ 8 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക.